நிலை பெயராது சிலை போலவே நின்று நிலை பெயர். Hey guys, welcome back to our നൂലുകെട്ട്. അപ്പൊ സമയം ഇപ്പൊ എത്ര മണിയായി? 7:30 മൃദുല 7 മണിക്ക് എണീറ്റു, ഞാൻ 7:30 എണീറ്റു. എണീറ്റ് നമ്മളിങ്ങനെ മൃദുല കുളിച്ച് ഞാൻ കുളിക്കാൻ വേണ്ടിയൊക്കെ പോവാണ്. ഇനി ഞാൻ കുളിച്ചിട്ടാണ് എന്റെ ചെക്കനെ കുളിച്ചിട്ടാണ് നമുക്ക് ഡ്രസ്സൊക്കെ മാറി നല്ല കിടിലമാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ നൂലുകെട്ടാണ്. നമ്മളെ പേര് അതെ, നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞൊരു പേര് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഇന്നലെ ഒരു ഹോട്ടൽ റൂമിലായിരുന്നു. നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന അതേ ഒരു നമ്മൾ റിസോർട്ടിൽ തന്നെ നമ്മൾ റൂം എടുത്തത്. അതായത് നമ്മൾ എൻഗേജ്മെന്റ് നടന്ന അതേ ഒരു റിസോർട്ടിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും. അപ്പൊ എന്താന്നറിയില്ല ഗൈസ്, നോക്ക് കുളിച്ചു. ലെറ്റ്സ് മേക്ക് എ ട്രാൻസിഷൻ സുഹൃത്തുക്കളെ. 1 2 3 ഗോ. ഇത് നമുക്ക് ഊരണം നൂലിട്ട സമയത്ത്. നമ്മളെ ഡ്രസ് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? താഴെ കമന്റ് ചെയ്യട്ടോ. അതെ, സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരുമല്ല, സ്വന്തമായി ഒരുങ്ങിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. എല്ലാം സ്വന്തം പരിപാടി, 10 മിനിറ്റത്തെ പരിപാടി. ചെക്കന്റെ നമുക്ക് മുണ്ട കൊടുത്ത് കിഡിലായിട്ടുണ്ട്. ഗൈസ്, ആദ്യമായിട്ട് കരനും കരിയും ഞങ്ങൾ എഴുതാൻ പോയി. കരി ഇതേവരെ ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈം ഞങ്ങൾ കരി എഴുതാൻ പോണേ. അത് നമുക്ക് ഇവിടെ ഒരു കുത്തുകുത്താം. എല്ലാരും പറയാം അവിടെ ഒരു കുത്തുകുത്തണം. അയ്യോ, ചെറിയ കുത്തു എന്നെ കുളിപ്പിച്ചപ്പോഴും വേറൊരു ഫീൽ ആയിരുന്നേ. ഞാൻ ആദ്യമായിട്ടല്ലേ എന്നെ കുളിപ്പിക്കുന്നേ. അയ്യടാ, ഞങ്ങള് റെഡിയായേ. നമ്മളതേ ഡ്രസ്സൊക്കെ മാറി കുഞ്ഞിന് നൂല് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അതിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്നുള്ള ഒരുക്കം. ചെക്കനതേ കരിയൊക്കെ എഴുതി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓ, ഇട്ടപ്പോ വേറെ ലുക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പൊ അവനെ ഇടിപ്പിച്ചതാ. അല്ല, നമ്മൾ നൂല് കെട്ടുമ്പോ ഇത് ഇടത്തില്ലല്ലേ? മീനി ചേച്ചി ഇതേ വരുന്നുണ്ട്, ഉലാത്തി വരുന്നത് കണ്ട സുഹൃത്തുക്കളെ. റാംപാക്കൊക്കെ ചെയ്തു. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? നമ്മളെ കാട്ടി എങ്ങനെയുണ്ട്? ഇവ എങ്ങനെയുണ്ട്? എന്തോ പറ്റി? ഓണന്നിരിക്കുന്നു ഗൈസ്. ഫംഗ്ഷൻ സമയത്ത് കരയുമെന്തോ, അതിന് മുന്നേ കുറച്ചൊന്ന് ഫീഡ് ചെയ്യണം. വെയിലാണ്, കൊട്ട വെയിലാണ്. ഉറങ്ങിപ്പോയി, ഇത്രയും നേരം കണ്ടു പറഞ്ഞ ഉറങ്ങിപ്പോയി. 10 മണിക്കാണ് മുഹൂർത്തം. ഇപ്പൊ 9:30 സംതിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ഉലാത്തുകയാണ്. അവൻ ഈ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, ലുക്കായിട്ടുണ്ട്. അതുപോലെ കരി എഴുതിയത് നമ്മൾ പിരിയൊക്കെ എഴുതിയിട്ട് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നിന്റെ മുണ്ട് ഞാനിപ്പൊ ഊരും, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഊടും. എന്താ അവസ്ഥ? ദാ ഒരാൾ ഇവിടെ ഉറങ്ങുന്നു, ആൻമി ഇവിടെ ഉറങ്ങുന്നു. ചേച്ചി അനിയനും. ഞങ്ങൾക്ക് 1 വയസ്സ്, ഞങ്ങൾക്ക് 1 മാസം. അതെ, 1 വയസ്സ് 1 മാസം. ആ ഉറക്കം. നമുക്ക് ഫംഗ്ഷൻ ആയെങ്കിൽ ഡ്രസ് മാറിയല്ലോ. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു. മൃദുല കഴിച്ചിട്ടില്ലല്ലേ? മൃദുല ഈ സാരി ഉടുക്കുന്നതിന്റെ തിരക്കിൽ കഴിച്ചില്ല. ഭൂരി, ഇടിയപ്പം ഉണ്ടായിരുന്നു, ഭൂരി ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാട്ടാ, കാരണം എവനെ കുളിപ്പിക്കണമായിരുന്നു, പിന്നെ സാരി ഉടുക്കണമായിരുന്നു. എല്ലാം കൂടി ആയപ്പം സമയം കിട്ടിയില്ല. கடந்து போகும் இது
கடந்து போகும் அதுவே படிக்கும் அதுவே உடைக்கும் மனம்தான் ஒரு குழந்தை. അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിത് പറയിടാൻ പോവല്ലേ? വിളക്ക് കത്തിച്ചിട്ട് പറയട്ടാലോ? വിളക്ക് കത്തിച്ചിട്ടാണോ? വിളക്ക് കത്തിച്ചിട്ടാണോ പറയുന്നത്? ഓക്കെ. ഇതിലാണ് കുഞ്ഞിനെ നിർത്തേണ്ടത്. നമ്മൾ പച്ചരിയും ചെമ്പാരിയും കൂടെ മിക്സ് അല്ലേ? ആദ്യം അല്ല, രണ്ടും ഉണ്ട്. അയ്യോ ചെക്കനെന്തേ? ആരുടെ കെട്ടിയിട്ടല്ലേ പേരിടുന്നത്? ഞങ്ങളുടെ മുണ്ടൂരുണ്ടേ. ഓ ഓ ഇല്ലപ്പാ 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 കൊല്ലൂന്ന് കൊല്ലൂന്ന്. ഒരു ചെവി കുത്തിയിട്ട് ഒരു ചെവിയിൽ. ഇല്ലപ്പാ ഇല്ലപ്പാ ഇല്ല 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 അതെ. അടുത്ത പേര് റിവീൽ ചെയ്യാം സുഹൃത്തുക്കളെ. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ. ഇപ്പോൾ ദർശിത് പ്രവീൺ എന്നാണ് നമ്മുടെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര്. നമ്മളെല്ലാവരും അവനെ ചെല്ലത്തോടെ അൻപേ എന്ന് വിളിക്കും. അൻപേ. നമ്മളെല്ലാരും അൻപാണേ. നീ നമ്മളെല്ലാരും അൻപാണ് കേട്ടോ. അൻപാണേ. എന്തുവായത്? ഇപ്പോ നമ്മളെ പ്രോഗ്രാം അപ്പൊ എന്തേ മൃദുലേ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നമ്മുടെ എൻഗേജ്മെന്റിന് നമ്മൾ അന്ന് അതേ ഇരുന്ന അതേ സ്ഥലം എന്ന് വെച്ചാൽ ഫുഡും കഴിച്ച് റിലാക്സ് ചെയ്തിരുന്ന അതേ സ്ഥലം, തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഓവറോൾ പരിപാടി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈ നൂലായിട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത് നമ്മളെ പാലുകാച്ചിനുള്ള പരിപാടികൾ തുടങ്ങാം. ഈ മാസം തന്നെ എന്തൊക്കെ പരിപാടികളാ അല്ലേ? ചെറുക്കന്തേ മിനി ചേച്ചിയുടെ കയ്യിരുന്ന് ഉറങ്ങിയേട്ടാ, നല്ല ഉറക്കവാ. പക്ഷെ ഇന്ന് ഫുള്ള് ഉറക്കമായിരുന്നില്ലേ? ക്ഷീണമായിരുന്നു. പിന്നെ അമ്മ മുല്ലപ്പൂക്ക് ഇപ്പഴാണോ ചൂടിയത്? ആദ്യം ഇല്ലായിരുന്നല്ലോ. അമ്മയുടെ മുല്ലപ്പൂ വാടത്തില്ല. എന്താ അങ്ങനെ കൊണ്ടായി മുല്ലപ്പൂല്? പ്ലാസ്റ്റിക്. കൈവിട് കൈവിട്, അത്രേ ഉള്ളൂ. ആ മൃദുലേടാ ഒറിജിനൽ പൂവാട്ടാ. നമ്മളെ പേരിനെ പറ്റി പറഞ്ഞതില്ലേ, ദർശിത് എന്നുള്ള പേരിട്ടത് നിങ്ങൾ കമന്റ് ചെയ്ത പേര് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ പറയണം. പിന്നെ അൻപ് എന്നുള്ള പേരിന്റെ മാത്രം പറഞ്ഞാൽ മതി. അൻപ് എന്നുള്ള പേര് കൊച്ചുവിട്ട പേര് നമ്മൾ നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. വീട്ടിൽ വിളിക്കുന്ന പേര് അൻപ് എന്നുള്ളത് കൊച്ചു വേണമെന്ന് ആദ്യമേ പറഞ്ഞാൽ ഈ ഒരു പേരിടാൻ. അൻപെന്ന് വീട്ടിൽ വിളിക്കാന്ന് വിചാരിച്ചു. പിന്നെ
പ്രവീണിന് നമ്മൾ പിന്നീട് ഇട്ടത്. അൻപാണ് ആദ്യം ഇട്ട വീട്ടിൽ കാങ്കുഞ്ഞാണെങ്കിൽ വീട്ടിൽ വിളിക്കാൻ അൻപ് എന്നുള്ള പേര് അവനാണ്. പെൺകുഞ്ഞാണെങ്കിൽ വേറൊരു പേരും പറഞ്ഞായിരുന്നു. അതെ, നമ്മൾ ഇവന്റിന് വന്ന ചേട്ടൻ മീൻ പിടിക്കും കേട്ടോ. നിങ്ങൾ കാണാമോന്ന് അറിയത്തില്ല വീഡിയോയില്. അല്ല മീനായിട്ട് അടിയിലുണ്ട് കേട്ടോ, കൊത്തുന്നുണ്ട് കേട്ടോ. കണ്ടോ മീനിട്ടിട്ട് മൈദ കൊടുത്ത് മീനിന്റെ വയറ് വെക്കുന്നല്ലാതെ ഒരു മീൻ കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ റിയൽ ഫിഷിംഗ് മാൻ വന്ന കേട്ടാ. പുള്ളിക്ക് അതിനുള്ള ടാലന്റ് ഉള്ളൂ. അതിൽ മീൻ പിടിക്കാൻ ഒരു ടാലന്റ് ഒക്കെ വേണം, ഭാഗ്യം മാത്രം പോരാ. കണ്ടോ മോനെ, ടൈമിംഗ് ഉണ്ട്. ആ പിടിയിലെ മാറിയിരിക്കണം. ചേട്ടൻ രാവിലെ പിടിച്ച മീനാണ്ടായി കിടക്കുന്നത്. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു, അടിപൊളിയായിരുന്നു. നമ്മളത് കഴിഞ്ഞ് പിന്നെ നല്ല ഉറക്കമായി. മൃദുലയുടെ അമ്മയും അച്ഛനൊക്കെ അപ്പം അങ്ങ് വീട്ടിൽ പോയി. നമ്മളിവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. മൃദുല ഉറങ്ങിയില്ല, മൃദുലയുടെ സൗണ്ടും പോയി. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇത്തിരി നല്ലോണം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഭയങ്കര പിടിവാശിയായിരുന്നു, പിന്നെ കരച്ചിലായിരുന്നു. ആ ടൈമിൽ നൂലെട്ടിയ സമയത്ത് മൊത്തവും നല്ല ഉറക്കവും. പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് നിർബന്ധമായിരുന്നു. നല്ല രീതിയിൽ പ്രോഗ്രാം, നല്ല രീതിയിൽ. അത് മാത്രമല്ല ഒരുപാട് നമ്മൾ ഓടക്കോ തിരക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. കാര്യങ്ങൾ നടന്നു. സാധാരണ എൻഗേജ്മെന്റിനൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിനും ആയിക്കോട്ടെ ഭയങ്കര തിരക്ക്, ഓട്ടാവും. അപ്പം ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെറിയ ഫംഗ്ഷൻ ആയിരുന്നല്ലോ, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് പ്രോഗ്രാമൊക്കെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല അത് വലിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെതുക്കിയാണ് പറഞ്ഞത്. അപ്പം പേര് വിളിച്ചാൽ ഞാൻ പെതുക്കി വിളിച്ചു. അപ്പൊ ആരൊക്കെ പറഞ്ഞു ഉറക്കെ പറയണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മള് പിന്നെ ആൾറെഡി നൈം റിവീൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതൊരു ഇത് വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നൈം റിവീലിൽ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് പെതുക്കെ പറഞ്ഞത് ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുഞ്ഞിനെ ചരടിൽ പങ്കെടുക്കണം എന്നുള്ള എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ അറിയിച്ചു. അച്ഛനും അമ്മയും വന്നു, ചടങ്ങിൽ പങ്കെടുത്തു. വളരെ സന്തോഷം. അപ്പം പിന്നെന്താ, പിന്നെ ഹാപ്പി ഗൈസ്, വളരെ സന്തോഷം. പിന്നെ കുഞ്ഞിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ അൻപുമോൻ, നമ്മുടെ ദർശിത്, എങ്ങനെ ഏത് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. രണ്ടും വിളിക്കും. എന്നാലും നമ്മൾ അൻപേന്നായിരിക്കും കുറച്ചും കൂടി കൂടുതൽ വിളിക്കുന്നത്, എളുപ്പം എല്ലാവർക്കും. അതായത് ദർശിത് എന്നൊക്കെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദർശിത് ഒന്നുകൂടി എടുത്തു ചോദിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, എല്ലാവരും വരുമ്പോഴും പേരെന്താ ദർശിത് എന്ന് പറയുമ്പോൾ ദർശിത് രണ്ടു തൊട്ട് എടുത്ത് ചോദിക്കും ചില ആൾക്കാർ. ഇപ്പം ചിലർക്ക് പെട്ടെന്ന് അത് കത്തും, ചിലർക്ക് ഒന്നും കൂടി രണ്ടു തൊട്ട് എടുത്തു ചോദിക്കും. പിന്നെ അൻപെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് വിളിക്കും. കുറച്ച് രണ്ടുമൂന്ന് വാക്കല്ലേ ഉള്ളൂ, അൻപ്. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വിളിക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു നൂലുകെട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.